അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തായാലും അറസ്റ്റ് ഉണ്ടാകും, നിങ്ങൾ പേടിക്കേണ്ട. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം മജിസ്ട്രേറ്റിൻ്റെ മുമ്പ് കൊണ്ടുപോയിട്ട് അവന് ജാമ്യം എടുക്കുക. അതിന് ശേഷം അറസ്റ്റ് നടന്നതിന് ശേഷം ഒരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാമെന്നിങ്ങനെ അർച്ചന പറയണം കേട്ടോ. പേടിക്കേണ്ട എന്ന് പറയണം. ഇതെല്ലാം രുക്ക് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് രുക്ക് അച്ചുവിന് ഫോൺ ചെയ്യണം കേട്ടോ. അച്ചുവിന് ഫോൺ ചെയ്തിട്ട് ചോദിക്കും, അച്ചു നീ എന്തെടുക്കുക ചോദിക്കും. നീ എന്താ വിളിച്ചത് എന്ന് ചോദിക്കും. നീ അറസ്റ്റ് ചെയ്യാനുള്ള പ്രതി ഇവിടെ ഉണ്ട് എന്ന് ചോദിക്കും. അറസ്റ്റ് ചെയ്യാനുള്ള പ്രതിയോ? നീ എങ്ങനെ സ്വപ്നം കണ്ടോ? അല്ല, ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. നിൻ്റെ ജോലി പോവരുത്, നിൻ്റെ തൊപ്പി തെറിക്കരുത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയുണ്ട്, നീ വന്ന് അറസ്റ്റ് ചെയ്തോ എന്ന് പറയണം കേട്ടോ. നീ പറയുമ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യാം, നീ ആര്? എനിക്കറിയും എന്ത് ചെയ്യണം എന്നുള്ളത്, നീ എന്നെ പഠിപ്പിക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ഭാര്യയുടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് എന്നിങ്ങനെ പറയണം കേട്ടോ. നീ എന്നെ ഉത്തരവാദിത്വം പഠിപ്പിക്കണ്ട, എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം, നീ എന്നോടൊന്നും പറയണ്ട, വെക്കടി ഫോണ് എന്ന് പറഞ്ഞിട്ട് അച്ചു ഫോൺ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും രുക്കുവിന് ആകെ മൊത്തം ഒരു ടെൻഷനാണ്. ഇവനെ എന്താ അറസ്റ്റ് ചെയ്യാൻ വരാൻ ഇത്ര മടി, നമുക്ക് കയ്യും കാലും വിറക്കിയായിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ ഫോൺ ചെയ്യണം കേട്ടോ. ചന്ദ്രയെ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറയണം. അവിടെ ഉണ്ടോ മുകുന്ദൻ ചോദിക്കുമ്പോൾ മുകുന്ദൻ ഇവിടെ ഉണ്ടെന്ന്, ജോലിക്കൊന്നും പോയിട്ടില്ല എന്ന് പറയണം. പക്ഷേ ഞാൻ അച്ചുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ചുവിന് കയ്യും കാലും വിറക്കുകയാണ്, ഏട്ടനെ അറസ്റ്റ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് എന്ന് പറയണം. നീ പേടിക്കേണ്ട, വിജയേട്ടൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ചന്ദ്ര രുക്കുവിനോട് പറയണം കേട്ടോ. അതിനുശേഷം വിജയശങ്കറിനെ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്ര വിജയേട്ടൻ്റെ അടുത്തേക്ക് പോകും. എന്താ വിജയേട്ടൻ ആലോചിച്ച് നിൽക്കുന്നത്? മനസ്സിലിങ്ങനെ ചന്ദ്ര വിചാരിക്കും, അവളെക്കുറിച്ച് ആലോചിക്കുകയാണോ എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. അതിനുശേഷം ചോദിക്കും, എന്താ അറസ്റ്റിൻ്റെ കാര്യമാണോ ചിന്തിക്കുന്നത് ചോദിക്കും. അതേ എന്ന് പറയും. അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും. വിജയേട്ട SP മാഡത്തിൻ്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറയുക എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ ദേഷ്യം വരും കേട്ടോ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ പോയി അറസ്റ്റ് ചെയ്യുക എന്ന് പറയും. എന്താ വിജയേട്ടൻ എന്തെങ്കിലും പിന്നെ അമ്പാട്ടുകാരെ അറസ്റ്റ് ചെയ്യുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ ചോദിക്കുക. എന്ത് പ്രശ്നം? ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അത് അതിൻ്റേതായ മുറയ്ക്ക് നടന്നോളും, അതിൽ നിങ്ങൾ കയറി ഇടപെടണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ മൊത്തം ദേഷ്യം വരികയാണ്. എന്തായാലും ശരി, അവൻ ഇന്ന് അറസ്റ്റ് ചെയ്യണം. രുക്ക് വിളിച്ച് പറഞ്ഞിരുന്നു, അവൻ അറസ്റ്റ് ചെയ്യാൻ പോകാൻ എന്തോ ഒരു മടിയാണ് പോലും എന്ന് പറഞ്ഞു. അതൊക്കെ വേണ്ടതുപോലെ ചെയ്തോളും എന്ന് വിജയശങ്കർ ദേഷ്യത്തോടെ പറയുകയാണ് കേട്ടോ. അതേസമയം ദീപ്തി അർച്ചനയെ വിളിക്കുകയാണ്. എന്താ ഈ കേസിൻ്റെ അറസ്റ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി എന്ത് സംഭവിക്കുമുള്ളതൊന്നും അറിയില്ല, എന്തായാലും സംഭവിച്ചതിൻ്റെ അപ്പുറം നമുക്ക് ആലോചിക്കാം എന്നിങ്ങനെ ദീപ്തിയോട് അർച്ചന. അച്ചു നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമില്ല, അവനൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ജോലിയുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവനാണ്, അതുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ വന്ന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, നീ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കണം. ഞാനിവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് അർച്ചന പറയണില്ല. മേഡം വരണ്ട, ഞാനിവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, അവിടെ നിന്നാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വിജയശങ്കർ ആ പേപ്പർ കാണിച്ചില്ലേ, ആ ഡോക്യുമെൻ്റ് എന്തായിരുന്നു എന്ന് ചോദിക്കുക. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് കാണിച്ചു. മുകുന്ദൻ 10 ലക്ഷം രൂപ അവിടുന്ന് തട്ടിപ്പ് കേസിൽ പ്രതിയാണ് എന്നാണ് വരുത്തി തീർത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമല്ലേ കോടതിയിൽ നിന്ന് അവന് ജാമ്യം നിഷേധിക്കുള്ളൂ, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം നീ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അർച്ചന ഫോൺ വയ്ക്കണം. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ചിന്നു പറയാണ്, അമ്മേ, കുഞ്ഞമാവൻ വന്ന് മൂന്തമാമനെ കൊണ്ടുപോകും, അത് ഉറപ്പായ കാര്യമാണ്. അതിനു മുമ്പ് നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, നമുക്ക് JK അങ്കിളോട് പറയാമെന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയും, വേണ്ട മോളെ, നമുക്ക് നിയമത്തിൻ്റെ മുൻപിൽ പോകാം, അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാലേ കാര്യമുള്ളൂ, അല്ലാതെ നമ്മൾ വേറെ വലിയ ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് അതിന് കേസിന് ഇതാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമുക്ക് അതിൻ്റേതായ രീതിയിൽ തന്നെ പോകാം എന്നിങ്ങനെ ചിന്നുവിനോട് പറയണം കേട്ടോ. ചിന്നുവിനാകെ ഭയങ്കര വിഷമം വരികയാണ് കേട്ടോ. ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നല്ലോ മുക്കുപണ്ട കേസിൻ്റെ, അതെന്താ പോയില്ല ചോദിക്കുകയാണ്. അതേസമയം FIR എല്ലാം കറക്റ്റായിരിക്കണമല്ലോ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോലീസുകാർക്കൊരു തലവേദന ആകരുതല്ലോ മാഡം, അതുകൊണ്ടാണ് എന്ന് പറയാം. ശരി, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ അറസ്റ്റ് ഉണ്ടാകണം, രക്തബന്ധങ്ങളോ അങ്ങനെ ബന്ധക്കാര്യങ്ങളുടെ ഇതോ വിചാരിച്ചിട്ട് അറസ്റ്റ് ചെയ്യാതിരിക്കരുത് എന്ന് പറയില്ല, ഞാനിപ്പോൾ റെഡിയായി പോകാം എന്ന് പറഞ്ഞിട്ട് അച്ചു ഫോൺ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവിടുത്തെ പോലീസുകാരോട് പറയുകയാണ്, റെഡിയാവിൻ, നമുക്കൊരു അറസ്റ്റ് ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം രുക്ക് വീണ്ടും വിളിക്കുകയാണ് കേട്ടോ. ഇവളെന്താ പിന്നെയും വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അച്ചു പറയണം, അച്ചു നീ എന്താ ഈ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലേ നീ എന്നിങ്ങനെ ചോദിക്കും. നിനക്കെന്തത്ര അർജൻറ്റ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം നിൻ്റെ ജോലിൻ്റെ കാര്യം ഓർത്തിട്ടാണ് പറഞ്ഞത്, എൻ്റെ ജോലിൻ്റെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കേണ്ട, ഇതാ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകാൻ റെഡിയായിരിക്കുകയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിനുശേഷം രുക്കു ചന്ദ്രയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ചന്ദ്ര വിജയശങ്കറിൻ്റെ അടുത്ത് പോയിട്ട് പറയണം, എന്തായാലും ശരി, അറസ്റ്റ് ചെയ്യും, 1 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറയണം. ഞാൻ
ഞാൻ ആ ASP മാഡത്തിൻ്റെ അടുത്ത് ഒരുപാട് തവണ വിളിച്ച് പറഞ്ഞിട്ടാണ് അങ്ങനെ ആയത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, വിജയേട്ടൻ ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കറിന് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ വിളിച്ചില്ലയോ എന്ന് നിന്നോട് എന്തിനാണ് പറയുന്നത്? നിനക്കെന്താ എത്ര പ്രശ്നം? അവിടുന്ന് ഇനി കോടതിയിൽ അവൾ ജാമ്യം എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ജാമ്യം എടുക്കുമായിരിക്കും. 4 ദിവസം അവൻ ജയിലിൽ കിടക്കണം എന്നെല്ലാം ഇങ്ങനെ ചന്ദ്ര പറയുന്നു കേട്ടോ. ചന്ദ്രയ്ക്ക് ഭയങ്കര ആഹ്ലാദമാണ് കേട്ടോ. അതേസമയം ഇപ്പോൾ അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ രുക്കുവിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കണം, അവൾ ബോധം കെട്ട് വീഴും, അതെല്ലാം നീ വീഡിയോ പകർത്തിയിട്ട് അയക്കണം, നമുക്കത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണം എന്നെല്ലാം രുക്കുവിനോട് പറഞ്ഞിരിക്കണം കേട്ടോ. ചന്ദ്രയ്ക്ക് ആഹ്ലാദം കൊണ്ടൊന്നും പറയണ്ട കേട്ടോ. അതിനുശേഷം രമ്യ മൂന്തനും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ രുക്കും മഞ്ജും കൂടി വരികയാണ്. ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു, അച്ഛനൊന്നും പറഞ്ഞില്ല, എന്തായാലും അറസ്റ്റ് ചെയ്യാൻ ഉടനെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രമ്യയ്ക്ക് ആകെ മൊത്തം സങ്കടമാണ് കേട്ടോ. മൂന്തം പറയും, എന്താ ശരി, അവൻ വരട്ടെ, അവൻ വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ, അതിനെന്താ, എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ മൂന്തം പറയണം കേട്ടോ. അതേസമയം ഇതെല്ലാം കേട്ടിട്ട് രുക്കുവിന് ആ ഒരു പുച്ഛമാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പം നിന്നെ വന്നിട്ട് എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളൊരു ഭാവമാണ് കേട്ടോ. പക്ഷേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ചന്ദ്രയായിരിക്കും. ചന്ദ്രയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ചു വരുന്നത്.